ആശാപ്രവർത്തകർക്ക് മാസം തോറും 7000 രൂപ ബജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് ആശാപ്രവർത്തകർക്ക് മുത്തോലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുന്നത്. 5 വർഷമായിട്ട് BJP ആണ് മുത്തോലി പഞ്ചായത്ത് ഭരിക്കുന്നത്. ആശാപ്രവർത്തകർ ആരോഗ്യ മേഖലയിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ്. നമുക്കറിയാം കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ വീടാന്തരം കയറിയിറങ്ങി മരുന്നുകൾ കൊടുക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും ഒക്കെ അവരുടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആരോഗ്യ പ്രവർത്തനം ചെയ്തു വന്ന ആളുകളാണ്. നമ്മൾ പൊതുവെ ചിന്തിച്ചു, ഇവർ കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ്. പണിയെടുക്കുന്നവർക്ക് പൈസ കൊടുക്കണം, അത് നമ്മുടെ ഔദാര്യമില്ല, അവരുടെ അവകാശമാണ്, അർഹതയുണ്ട്. ഒരാശയ്ക്ക് 7000 രൂപ പ്രതിമാസം. ഇന്നൊരു ടെമ്പററി സ്റ്റാഫിന് കൂടി 20,000 രൂപ ഡെയിലി 700 രൂപ ശമ്പളമുള്ള സാഹചര്യമാണ്. 12 ലക്ഷം രൂപ നമ്മൾ ബഡ്ജറ്റ് വകയിൽ, അത് തനത് ഫണ്ട്, ഓൺ ഫണ്ട്. വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും കൊടുക്കണമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് നമ്മൾ വെച്ചത്. രാഷ്ട്രീയമൊന്നുമല്ല. ഞങ്ങൾക്ക് വെറും 500 രൂപയ്ക്ക് കയറിയ ആശാപ്രവർത്തകരുണ്ട് ഇതിനകത്ത്. 2-3 മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓണററി ആണെങ്കിലും ഇൻസെൻറ്റീവ് ആണെങ്കിലും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊന്നും ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നില്ല. ആ 7000 തന്നെ പഞ്ചായത്ത് വർദ്ധിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് കൈ കിട്ടണം. അല്ലെ കോൺഗ്രസ് തന്നെന്നോ അവർ LDF തന്നെന്നോ ഒന്നുമല്ല, അത് പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയാണ്. മുകളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് എങ്ങനെയാണ് അതാണ് ചോദിച്ചു. മുകളിൽ നിന്ന് DDP നിന്നും അങ്ങനെയൊക്കെ വിളിച്ചു. നമസ്കാരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 48 ദിവസമായി സമരം നടത്തിവരുന്ന ആശാപ്രവർത്തകർക്ക് ആശ്വാസമായി മാറുകയാണ് പാലായിലെ മുത്തോലി ഗ്രാമപഞ്ചായത്ത്. ആശാപ്രവർത്തകർക്ക് മാസം തോറും 7000 രൂപ ബജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുന്നത്. BJP ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രഞ്ജിത്ത് ജി ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. നമുക്കറിയാം, വളരെ നാളുകളായിട്ട് ആശാപ്രവർത്തകർ ആരോഗ്യ മേഖലയിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ 500 രൂപയാണ് അവരുടെ ഓണററിയം എന്ന് പറയുന്നത്. ആ തുക കൂട്ടിയാണ് ഇപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ ഓണററി ആയിട്ട് കൊടുക്കുന്നത്. അതായത് 500 രൂപ മുതൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളുകളാണ് ഇവർ. നമുക്കറിയാം, കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ വീടാന്തരം കയറിയിറങ്ങി മരുന്നുകൾ കൊടുക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും ഒക്കെ അവരുടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആരോഗ്യ പ്രവർത്തനം ചെയ്തു വന്ന ആളുകളാണ് അവർ. അപ്പോൾ ആശമാരെ സംബന്ധിച്ച് ആ ഓണററിയം പോലും കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. അത് 2-3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 4-5 മാസം കൂടുമ്പോഴൊക്കെയാണ് ലഭിക്കുന്നത്. പിന്നെ അതുകൂടാതെ അവർക്ക് ഇൻസെൻറ്റീവ് 3000 രൂപ ഉണ്ട്. അതുകൂടാതെ അവർക്ക് എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്താൽ അവർക്കൊരു 3000 രൂപ കിട്ടും. അങ്ങനെ അവർക്ക് 13,000 രൂപയോളം കിട്ടേണ്ടതാണ്. പക്ഷെ അവർക്ക് ആ പൈസ കിട്ടുന്നില്ല. അതായത് നിരന്തരം എല്ലാ മാസവും കറക്റ്റായിട്ടൊരു വേതനം അവർക്ക് ലഭിക്കുന്നില്ല. അത് അങ്ങനെയാണ് അവർ ആശാവർക്കർമാർ സമരത്തിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പൊതുവെ ചിന്തിച്ചു, ഇവർ കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണല്ലോ. പണിയെടുക്കുന്നവർക്ക് പൈസ കൊടുക്കണം, അത് നമ്മുടെ ഔദാര്യമില്ല, അവരുടെ അവകാശമാണ്, അർഹതയുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതുപോലെ തന്നെ പാർട്ടിയിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പം കുഴപ്പമില്ല, നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 7000 രൂപ ഒരാശയ്ക്ക് 7000 രൂപ പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചു. പ്രതിമാസം കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഏതാണ്ട് 14,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ തുല്യ വേതനം തന്നെ നമ്മൾ 7000 രൂപ കൊടുക്കും. 14,000 രൂപ ഇൻസെൻറ്റീവ് മറ്റേ വർക്കുകളുടെ പൈസ കിട്ടുന്ന നമുക്ക് ഒരു മാസം 20,000 രൂപ കിട്ടും. ഇന്നൊരു ടെമ്പററി സ്റ്റാഫിന് കൂടി 20,000 രൂപ ഡെയിലി 700 രൂപ ശമ്പളമുള്ള സാഹചര്യമാണ്. അപ്പോൾ തൊഴിലുറപ്പിന് കൂടി ഇത് കൂടുതൽ ശമ്പളമുണ്ട്. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ടുകൊണ്ട് അങ്ങനെ തുക കൊടുക്കണമെന്ന് അങ്ങനെ 12 ലക്ഷം രൂപ നമ്മൾ ബഡ്ജറ്റ് വകയിരുത്തി. അത് തനത് ഫണ്ട്, ഓൺ ഫണ്ടാണ്, പഞ്ചായത്തിൻ്റെ സ്വന്തം ഫണ്ടാണ്, അല്ലാതെ പ്ലാൻ ഫണ്ടോ സർക്കാരിൻ്റെ ഫണ്ടോ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഫണ്ട് തന്നെ വെച്ചാൽ നമുക്ക് കൊടുക്കണം, അല്ലാതെ ഒരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. കൊടുക്കണമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് നമ്മൾ വെച്ചത്. എത്ര പേരുണ്ട് ആശാപ്രവർത്തകർ? മൊത്തം 13 വാർഡാണുള്ളത്. 13 വാർഡിൽ 13 ആശാവർക്കർമാരാണുള്ളത്. ബജറ്റിൽ മുഴുവൻ തുക 12 ലക്ഷം രൂപയും പകരുത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു പ്രതിപക്ഷമൊക്കെ? പ്രതിപക്ഷം എന്ത് പറയാം, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവർ അവരുടെ രീതിയിൽ കാര്യങ്ങൾ അറിയാമല്ലോ, അവരുടെ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പാസ്സാക്കി, ബജറ്റ് പാസ്സാക്കി. പക്ഷേ മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന തീരുമാനമാണ്. തീർച്ചയായിട്ടും സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും ഇവർക്ക് ഓണററിയും ഇപ്പോൾ 7000 കൊടുക്കാൻ പറ്റുന്ന പഞ്ചായത്ത് 7000, 1000 കൊടുക്കാൻ പഞ്ചായത്തിന് 1000, എന്തായാലും ഒരു ഓണറേറിയം അധിക വേതനം എല്ലാ പഞ്ചായത്തും നൽകുകയാണെങ്കിൽ
അവരുടെ ഒരു ജീവിതമാർഗവും കൂടിയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇവർ 48 ദിവസമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നു. അതിനുള്ള പ്രതിഷേധം കൂടിയാണ്. സമരം ചെയ്യുന്നു. 48 ദിവസങ്ങളായി ഒരു സമരം ചെയ്യുന്നു. ചർച്ചയ്ക്ക് വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്നു, ചർച്ച നടക്കുന്നില്ല, അല്ലെങ്കിൽ ചർച്ച വിജയിക്കുന്നില്ല, വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു. അപ്പോൾ വേതന കൂട്ടാം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വേതന ഇതുവരെ കൂട്ടിയിട്ടില്ല. വേതനം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സത്യമായിട്ടും അവിടെ സമരപ്പന്തലിൽ കിടക്കുന്നവർ നിരാഹാരം വരെ തുടങ്ങിക്കഴിഞ്ഞു. പലരും മാറി മാറി നല്ല പ്രായമുള്ള ആളുകൾ, സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആളുകളാണ്. 5 വർഷമായിട്ട് BJP ആണ് മുത്തോലി പഞ്ചായത്ത് ഭരിക്കുന്നത്. അത് 5 വർഷമായിട്ട് BJP ആണ് മുത്തോലി പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ ആശാപ്രവർത്തകർ എന്ത് പറയുന്നത്? അവർ വളരെ സന്തോഷമാണ്. അവർ വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമല്ല, ഞങ്ങൾക്ക് എന്തായാലും ഈ ഭരണസമിതി എല്ലാവരും കൂടെ ഇങ്ങനെ തീരുമാനം എടുത്തേക്ക് വളരെ സന്തോഷമുണ്ട്. അവർ പല രാഷ്ട്രീയ കക്ഷികളുടെ ഉള്ളവരാണ്. അടുത്ത വർഷമുണ്ട്, നമ്മുടെ BMS ആയിട്ടുള്ള ബന്ധമുള്ളവരുണ്ട്, സംഘടന ഉണ്ട്, അങ്ങനെ കോൺഗ്രസിൻ്റെ ഉണ്ട്. എന്നാലും അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു. സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സമ്മർദ്ദം മുകളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് എങ്ങനെയാണ്, അതാണ് എന്ന് ചോദിച്ചു. മുകളിൽ നിന്ന് DDP നിന്നും അങ്ങനെയൊക്കെ വിളിച്ചു എന്നറിയാൻ സാധിച്ചു. മുകളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം 7000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയല്ലേ. 12,000 രൂപയോ 2,000 രൂപയോ 1,000 രൂപയോ ഒക്കെ കൂടുതലും 84,000 രൂപ ഒരു വർഷം എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയാണല്ലോ. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകർ എനിക്കൊപ്പം ചേരുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ബജറ്റിൽ ഇവർ 7,000 രൂപ പ്രതിമാസം വകയിരുത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? 7,000 രൂപ വകയിരുത്തി ഇന്നലെ ന്യൂസിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ആശാപ്രവർത്തകർ 10-12 വർഷമായിട്ട് കയറിയ ആശാപ്രവർത്തകർ, വെറും 500 രൂപയ്ക്ക് കയറിയ ആശാപ്രവർത്തകരുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞങ്ങളുടെ നിലവിലാണെങ്കിൽ ഒത്തിരി വർക്കുകൾ കോവിഡ് കാലത്ത് തുടങ്ങി ഇങ്ങോട്ട് അനവധി വർക്കുകൾ, അതുപോലെ തന്നെ വാർഡ് തലത്തിലും PHS തലത്തിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ ആവശ്യത്തിനും ആശാവർക്കർമാർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടിക്കൂലി പോലും ഞങ്ങൾക്ക് കൈ കിട്ടുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ 500 എന്നുള്ളത് 7,000 ഓണറേറിയം ആക്കി ഇൻസെൻറ്റീവ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ട്. എങ്ങനെ പോയാലും ഒരാളൊരു 12-13 രൂപ കിട്ടും. പക്ഷേ ആ കിട്ടുന്നെങ്കിലും അത് 2-3 മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓണറേറിയം ആണെങ്കിലും ഇൻസെൻറ്റീവ് ആണെങ്കിലും അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കതൊരു ഭയങ്കര പ്രശ്നമായി തീർന്നു. അതാണ് ഇപ്പോൾ ഈ സമരത്തിലോട്ട് മുന്നിട്ടിറങ്ങിയത്. ആ സമരത്തിൽ മുന്നിട്ടിറങ്ങിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടി. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം കുറച്ച് പേർ ഞങ്ങളെല്ലാം സമരത്തിലായിരുന്നു. അതായത് ഞങ്ങൾക്ക് അശ്വമേധം എന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ പങ്കെടുത്തില്ല. ഞങ്ങൾ സമരത്തിൽ തന്നെ നിന്നു. അതിനുശേഷം ഞങ്ങൾ സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞ് മെഡിക്കൽ ഓഫീസർക്ക് ലെറ്റർ കൊടുക്കുകയും ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ഞങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും അത് ഇനിയും മുന്നോട്ട് തുടർച്ചയായിട്ട് അതേപോലെ കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ആ അവസരത്തിൽ ഇന്നലത്തെ മുത്തോലി പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് 7,000 രൂപ ഈ ഭരണസമിതി അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് അതേസമയം ഈ അവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കുറേ ദിവസമായിട്ട് ഇപ്പോൾ 48 ദിവസമായിട്ട് അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയം. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പം നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരേ സമരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് തൽക്കാലം കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻസെൻറ്റീവ് ഓണറേറിയം ഒക്കെ ഞങ്ങളിപ്പം കഴിഞ്ഞ മാസത്തെ കിട്ടുകയും ചെയ്തു. എന്നിരുന്നപ്പോഴും മുന്നോട്ട് നമുക്ക് സാധനങ്ങൾക്കെല്ലാം വില കൂടി നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ അവസരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊന്നും ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ സമയബന്ധിതമായ സമയത്താണ് നമ്മൾ ഈ വർക്കുകളെല്ലാം ചെയ്തു തീർക്കുന്നത്. നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പളമൊന്നും തരണമെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും ഇത്രയും ഒരു തുക നമുക്ക് 7,000 കിട്ടുന്നതിനോടൊപ്പം ആ 7,000 തന്നെ പഞ്ചായത്ത് വർദ്ധിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് കൈ കിട്ടണം. കിട്ടിയാൽ അതിലും കൂടുതൽ സന്തോഷം അവരോട് എല്ലാ ഭരണസമിതിയോടും. നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്തുണ്ട്. നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കിയല്ല. ഭരണസമിതി എന്ന് പറയുമ്പം രാഷ്ട്രീയ എല്ലാം ഒന്നടങ്കം ഒരു ഭരണസമിതിയാണ്. നമുക്ക് BJP തന്നെന്നോ അല്ലെ കോൺഗ്രസ് തന്നെന്നോ അവർ LDF തന്നെന്നോ ഒന്നുമല്ല.
അത് പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതി തന്നതിൽ ഏറ്റവും അധികം നന്ദിയും കടപ്പാടും അവരോട് ഞങ്ങൾക്കുണ്ട്. ഈ കാര്യത്തിൽ LDF ചില അസംതൃപ്തിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറയുന്നത്. 13 വാർഡുകളാണുള്ളത്. അതിൽ BJP മെമ്പർമാർ 6 പേരാണുള്ളത്. BJP യാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. 15 വർഷമായി മേഖലയിൽ വാർഡ് അംഗമായിരുന്ന രഞ്ജിത്ത് G യാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതല വഹിക്കുന്നത്. ഏതായാലും ഒട്ടേറെ ആളുകൾക്ക്, ആശാപ്രവർത്തകർക്ക് ഇത് ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഇതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പാല.